കെ.പി.സി.സി പ്രസിഡന്റ് സുധാകരൻ പലപ്പോഴും കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന വ്യക്തിയാണ്. മുൻപും പിൻപും നോക്കാതെയുള്ള അദ്ദേഹത്തിന്റെ സംസാരമാണ് അതിനുള്ള പ്രധാന കാരണം. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ തെറിവിളി കൂടിയായപ്പോൾ സുധാകരന് കണക്കിന് കിട്ടുന്നുണ്ട്. ഇപ്പോഴിതാ കടുത്ത വിമർശനവുമായി എറണാകുളം എം.പിയും കോൺഗ്രസ് നേതാവുമായ ഹൈബി ഈഡൻ രംഗത്തു വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ കെ സുധാകരന്റെ പല പ്രവൃത്തികളും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിരാശയുണ്ടാക്കുന്നതാണെന്നാണ് ഹൈബി ഈഡൻ തുറന്നടിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കവെയാണ് ഹൈബിയുടെ ഈ വിമർശനം. കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സാധാരണ പ്രവർത്തകർ ഇതിൽ നിരാശരാണെന്നും അവരുടെ ധാർമ്മികതയെ ഇക്കാര്യങ്ങൾ ബാധിക്കുമെന്നും ഹൈബി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കോൺഗ്രസ് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സാധാരണ പ്രവർത്തകർ. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഇത്തരം ചെറിയ കാര്യം പോലും പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ ധാർമ്മികതയെ ബാധിക്കുമെന്നാണ് ഹൈബി പറഞ്ഞത്. വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണിത്. പാർട്ടി ഫോറങ്ങളിൽ തീർച്ചയായും ഇത് അവതരിപ്പിക്കും. ഒരിക്കലും നിസാരവൽക്കരിച്ച് കാണാൻ കഴിയില്ല. പലരും കാണുമ്പോൾ പറയുന്നത് നിങ്ങൾ അധികാരത്തിൽ വരണമെന്നാണ്. അതിനിടെ ഇത്തരം സംഭവങ്ങൾ നിർഭാഗ്യകരമാണെന്നാണ് സുധാകരന് നേരെ തുറന്നടിച്ചുകൊണ്ട് ഹൈബി ഈഡൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സമരാഗ്നി പ്രക്ഷോഭ യാത്രയുടെ ഭാഗമായുള്ള പത്രസമ്മേളനത്തിൽ സതീശൻ എത്താതിരുന്നതോടെയാണ് വിവാദങ്ങൾക്ക് ആധാരമായ സംഭവം നടന്നത്. അടുത്തിരുന്ന DCC പ്രസിഡന്റ് ബി ബാബു പ്രസാദിനോട് സതീശൻ വൈകിയതിൽ അനിഷ്ടം പ്രകടിപ്പിക്കുമ്പോഴായിരുന്നു സുധാകരന്റെ അസഭ്യ പ്രയോഗം. മേശപ്പുറത്തുള്ള ചാനൽ മൈക്കുകൾ ഓണാണെന്ന് ഈ ഘട്ടത്തിൽ സുധാകരൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇതിന് പിന്നാലെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രചരിക്കുന്ന സാഹചര്യവുമുണ്ടായി. പിന്നീട് വാർത്തയറിഞ്ഞ സതീശൻ താൻ രാജിവെക്കാമെന്ന് ഒപ്പമുള്ളവരോട് പറഞ്ഞതായാണ് വിവരം. ഒടുവിൽ കേന്ദ്ര നേതൃത്വത്തിന് വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഫോണിലൂടെ ഇരുവരുമായും ബന്ധപ്പെട്ടതോടെ മാധ്യമങ്ങളെ കണ്ട് ഇവർ എല്ലാം നിഷേധിക്കുകയായിരുന്നു. എങ്കിലും വിവാദവുമായി ബന്ധപ്പെട്ട അലയൊലികൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം സംഭവത്തിൽ വിശദീകരണവുമായി സുധാകരൻ തന്നെ നേരിട്ട് രംഗത്ത് വന്നിരുന്നു. താൻ വിളിച്ചുവെന്ന് പറയപ്പെടുന്ന ആ വാക്ക് തന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ലെന്നും മര്യാദകേടെന്ന വാക്ക് വളച്ചൊടിച്ചതാണെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. സംഭവത്തിന് പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും സുധാകരൻ പറയുകയുണ്ടായി. നേരത്തെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരത്തിൽ കെ സുധാകരനും VD സതീശനും പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് തർക്കിച്ചത് വാർത്തയായിരുന്നു. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കോട്ടയം DCC ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിലായിരുന്നു സംഭവം. ആരാദ്യം സംസാരിക്കണമെന്നത് സംബന്ധിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ തർക്കം ഉടലെടുത്തത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഞാൻ സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാ KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനല്ലേ തുടങ്ങേണ്ടത് എന്ന് സുധാകരൻ സ്വരം കടുപ്പിക്കുകയായിരുന്നു. ഇതോടെ സതീശൻ അതൃപ്തിയോടെ മൈക്കുകൾ സുധാകരന്റെ മുൻപിലേക്ക് നീക്കിവെച്ചു. UDF കൂട്ടായി നേടിയ വിജയത്തിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവായ തനിക്കു മാത്രം തരാൻ സുധാകരൻ തീരുമാനിച്ചതുകൊണ്ട് അദ്ദേഹം ആദ്യം സംസാരിക്കുന്നത് തടയുകയായിരുന്നുവെന്നായിരുന്നു പിന്നീട് വിവാദത്തോട് സതീശൻ പ്രതികരിച്ചത്. ഏതായാലും വാവിട്ട വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന കാര്യം എല്ലാ രാഷ്ട്രീയ നേതാക്കളും മനസ്സിലാക്കിയാൽ നന്ന്.